ഇനി പ്രതിയുള്ള തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലേക്ക് പോവുകയാണ്. അവിടെ RB സനൂപ് ഉണ്ട് വിവരങ്ങൾ പങ്കുവയ്ക്കാൻ. സനൂപ്, നിലവിൽ അഫാന്റെ ആരോഗ്യനില എങ്ങനെയാണ്? ഇന്നലെ അത് തൃപ്തികരമായിരുന്നു എന്നാണ് പോലീസ് പറഞ്ഞത്. പ്രാഥമികമായി മൊഴിയാണ് രേഖപ്പെടുത്തിയത്. ഇനി ചോദ്യം ചെയ്യലിലേക്ക് അടക്കം കടക്കേണ്ടതുണ്ട്. അവിടെ നിന്ന് നൽകാൻ കഴിയുന്ന വിവരങ്ങൾ എന്താണ്? സ്നേഹ, നാടിന് നടക്കിയ കൊലപാതകം അതിന്റെ പ്രതി ഇപ്പോഴും തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ കഴിയുകയാണ്. എലിവിഷൻ കഴിച്ചുവെന്ന് പ്രതി തന്നെയാണ് മൊഴി നൽകിയത്. തുടർന്നാണ് മെഡിക്കൽ കോളേജിലേക്ക് മാറ്റിയത്. അതുകൊണ്ട് കൂടുതൽ വിവരങ്ങൾ പോലീസിന് പ്രതിയിൽ നിന്ന് ചോദിച്ചറിയാൻ ഇപ്പോഴും കഴിഞ്ഞിട്ടില്ല. ഇന്നലെ രാത്രി മജിസ്ട്രേറ്റ് വന്ന് പ്രതിയുടെ മൊഴിയടക്കം രേഖപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോഴും കൂസലില്ലാതെ തന്നെയാണ്, ഒരു കൂസലില്ലാതെ, ഒരു ഭാവഭേദവും ഇല്ലാതെ തന്നെയാണ് പ്രതി ഈ കൃത്യങ്ങൾ നടത്തിയെന്നുള്ള കാര്യം സമ്മതിക്കുകയും ചെയ്തിട്ടുള്ളത്. ഇനിയുള്ളത് ഇന്നിപ്പോൾ പോലീസ് ഈ ആരോഗ്യസ്ഥിതിയെല്ലാം നോക്കിയ ശേഷമായിരിക്കും കൂടുതൽ നടപടികളിലേക്ക് കടക്കുക. അറസ്റ്റ് ചെയ്ത് കോടതിയിൽ ഹാജരാക്കിയതിനു ശേഷമായിരിക്കും പിന്നീട് കസ്റ്റഡിയിൽ കിട്ടുന്നതിന് വേണ്ടിയുള്ള അപേക്ഷ കൈമാറുക. നിലവിൽ ഇപ്പോൾ അഫാൻ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ 1-ാം വാർഡിലേക്ക് മാറ്റിയിട്ടുണ്ട്. ആരോഗ്യസ്ഥിതിയിൽ മറ്റ് പ്രശ്നങ്ങളൊന്നുമില്ല. നേരത്തെ ഈ എലിവേഷൻ കഴിച്ചു എന്ന് ഈ രോഗി തന്നെയാണ് സമ്മതിക്കുകയും ആദ്യഘട്ടത്തിൽ ഈ ഡോക്ടർമാരോട് സഹകരിക്കുകയും ചെയ്തെങ്കിൽ പിന്നീട് ഇതിനുശേഷം, അതായത് ഈ എലിവിഷൻ കഴിച്ചു എന്ന് പറഞ്ഞതിന് ശേഷം പിന്നെ വേറെ കാര്യങ്ങളിലേക്കൊന്നും സഹകരിച്ചില്ല. ഈ വയറ് കഴുകി ചികിത്സ നടത്തേണ്ട കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ അതിനോടൊന്നും തന്നെ സഹകരിക്കാൻ പ്രതി തയ്യാറായില്ല എന്ന് വേണം പറയേണ്ടിയിരിക്കുന്നു. എന്തായാലും ഇന്നിപ്പോൾ ഈ രാവിലെ 7 മണിക്ക് ഇൻക്വസ്റ്റ് നടപടികളൊക്കെ ആരംഭിക്കും. ഈ മരണപ്പെട്ടവരുടെയൊക്കെ പോസ്റ്റ്മോർട്ടം നടത്തേണ്ടതുണ്ട്. അതിനോടൊപ്പം തന്നെയാണ് ഈ പ്രതിയിൽ നിന്ന് കൂടുതൽ വിവരങ്ങൾ ചോദിച്ചറിയാൻ ശ്രമിക്കുന്നത്. പ്രതിയുടെ അമ്മ ഷെമിയുടെ ആരോഗ്യനില ഇപ്പോഴും മോശമായി തുടരുകയാണ്. എന്നാൽ പോലും ചെറിയ ആശ്വാസത്തിന് മരുന്നുകളോട് ഇന്നലെ പ്രതികരിച്ചു എന്നുള്ള വിവരമാണ് പുറത്തു വന്നത്. അതിന്റെ അടിസ്ഥാനത്തിൽ കഴിയുമെങ്കിൽ ഷെമിയുടെ കൂടി മൊഴി രേഖപ്പെടുത്താൻ വേണ്ടി പോലീസ് ശ്രമിക്കും. നിലവിലിപ്പോൾ അഫാന്റെ ആരോഗ്യനിലയിൽ വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. പ്രതിയിൽ നിന്ന് പരമാവധി വിവരങ്ങൾ ശേഖരിക്കാൻ ഒരു തയ്യാറെടുപ്പ് പോലീസ് നടത്തുന്നുണ്ട്. കാരണം ഇന്നലെ പ്രതി പോലീസിനോട് ആദ്യഘട്ടത്തിൽ സമ്മതിച്ചത് സാമ്പത്തിക പ്രശ്നങ്ങൾ കൊണ്ടാണ് ഈ ഒരു കൃത്യം നടത്തേണ്ടി വന്നു. 6 പേരെ കൊല്ലാനായിരുന്നു തീരുമാനം. അതിൽ 5 പേര് മരണപ്പെടുകയും ചെയ്തു. പക്ഷേ പോലീസ് ഈ സാമ്പത്തിക പ്രശ്നം ആണ് കൊലയ്ക്ക് കാരണം എന്നുള്ള കാര്യം ഇതുവരെയായിട്ടും വിശ്വസിച്ചിട്ടില്ല. ഇനി പോലീസിന്റെ അനുമാനപ്രകാരം ഇയാളുടെ പെൺസുഹൃത്തായിരുന്ന ഫർഷാനയുമായിട്ടുള്ള എന്തെങ്കിലും പ്രശ്നങ്ങൾ ഈ കുടുംബങ്ങൾ തമ്മിൽ ഉണ്ടായിരുന്നു എന്നുള്ള കാര്യമൊക്കെ പോലീസ് പരിശോധിക്കുന്നു. പക്ഷേ ഈ ഫർഷാനയുടെയും ഈ അഫാന്റെയും ബന്ധം അത് ഇരു വീട്ടുകാർക്കും അറിയാമായിരുന്നു എന്നുള്ള വിവരവും പുറത്തു വന്നു. അതുകൊണ്ട് തന്നെ എന്തുകൊണ്ടാകാം, എന്തിനു വേണ്ടിയായിരിക്കാം ഈ ഒരു 23-കാരൻ ഇത്രയും അരുംകൊല നടത്താനുള്ള കാരണം എന്നുള്ളതാണ് പോലീസിനെ ചുരുളഴിക്കേണ്ടത്. പോലീസിന് കൃത്യമായിട്ടുള്ള ഒരു വിവരം ഒന്നും തന്നെ ലഭ്യമായിരുന്നില്ല. ഇപ്പോഴും പോലീസിന് കൃത്യമായിട്ടുള്ള ഒരു വിവരം ലഭ്യമായിട്ടില്ല. FIR-ലടക്കം എന്താണ് ഈ ഒരു കൃത്യം നടത്താൻ വേണ്ട ഒരു പ്രചോദനം ആയതിന്റെ കാരണം എന്ന് പോലീസിന് ഇനിയും വ്യക്തത വരുത്തേണ്ടത്. റൂറൽ SP അടക്കം ഇന്നും നിലവിൽ ഈ അന്വേഷണ സംഘത്തോട് അവർ ചോദിക്കുന്ന കാര്യങ്ങളോട്, അവർ പറയുന്ന കാര്യങ്ങളോടൊക്കെ തന്നെ ഈ പ്രതി അത്തരത്തിൽ അനുകൂലമായ ഒരു സമീപനമാണോ പോലീസിനോടുള്ളത്? കാരണം ഇന്നലെ ഒക്കെ അത്രത്തോളം ഒരു കൂസലും ഇല്ലാതെ വന്ന ഒരാൾ ഇപ്പോൾ പോലീസിന്റെ അന്വേഷണത്തോട് സഹകരിക്കുന്നുണ്ടോ? അവർ ചോദിക്കുന്ന കാര്യങ്ങൾക്കൊക്കെ കൃത്യമായ മറുപടിയൊക്കെ നൽകുന്നുണ്ടോ? സ്നേഹ, ഒരു നിസ്സഹകരണമാണ് പ്രതിയുടെ ഭാഗത്തു നിന്ന് ഉണ്ടായിട്ടുള്ളത്. ഇന്നലെ ഈ പറഞ്ഞ കാര്യങ്ങൾക്കപ്പുറം കൂടുതലായിട്ടുള്ള വിവരമൊന്നും തന്നെ അഫാൻ പോലീസിന് കൈമാറിയിട്ടില്ല. ഇനി മജിസ്ട്രേറ്റിന് മുമ്പാകെ എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടോ എന്നുള്ള വിവരം നമുക്ക് ഇനിയും ലഭ്യമാകേണ്ടതുണ്ട്. എന്നാൽ പോലും പോലീസിന് ഇതിന്റെ ചുരുളഴിക്കേണ്ടതുണ്ട്. കാരണം 23 വയസ്സ് മാത്രം പ്രായമുള്ള ഈ ഒരു കൊച്ചു പയ്യൻ, അവൻ എന്തിനായിരിക്കും സ്വന്തം മാതാവിനെ പോലും അടിച്ചു വീഴ്ത്തി സ്വന്തം സഹോദരനെ കൊന്നു. അതേപോലെ അച്ഛന്റെ അമ്മയെ കൊല്ലുന്നു, അച്ഛന്റെ സഹോദരനെയും ഭാര്യയും കൊല്ലുന്നു. ഇതുവരെ താൻ സ്നേഹിച്ച പെൺകുട്ടിയെ കൊല്ലാൻ തയ്യാറായി. അപ്പൊ അങ്ങനെ ഒരു 23 വയസ്സുകാരന് ഇത്രയും അരുംകൊല നടത്താൻ വേണ്ട പ്രചോദനമായിട്ടുള്ള കാരണം, അതിന് പിന്നിലെ കാരണം എന്തായാലും അത് അറിഞ്ഞേ പറ്റൂ. ഈ നാടിന് പോലും അത് അറിയേണ്ടതുണ്ട്. അതുകൊണ്ട് ആ വിവരങ്ങൾ എന്താണ് ഇതിന്റെ പിന്നിൽ എന്നുള്ള അറിയേണ്ടത് കൃത്യമായിട്ടും പോലീസിന്റെ കൂടി കടമയാണ്. പോലീസ് എന്തായാലും ഈ ആരോഗ്യസ്ഥിതി രാവിലെ കൂടി പോലീസ് എത്തി ആരോഗ്യസ്ഥിതി എല്ലാം നിരീക്ഷിച്ചിട്ടുണ്ട്.